10 വർഷത്തിലേറെയായി മോഹൻലാലിൻ്റെ അമ്മ വിവിധ അസുഖങ്ങളുമായി കിടപ്പിലായിരുന്നു. കഴിഞ്ഞ 1 മാസമായി ആരോഗ്യസ്ഥിതി വഷളായിരുന്നു. ഷൂട്ടിങ്ങിനും മറ്റുമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മോഹൻലാൽ കൊച്ചിയിൽ തന്നെ ഉണ്ട്. അതിനാൽ തന്നെ അവസാന നിമിഷങ്ങളിൽ അമ്മയുടെ ഒപ്പമുണ്ടാകാനുള്ള അവസരവും നടന് ലഭിച്ചു. ചികിത്സയ്ക്കുള്ള സൗകര്യാർത്ഥമാണ് അമ്മയെ മോഹൻലാൽ കൊച്ചി എളമക്കരയിലെ വീട്ടിൽ ഏറെക്കാലമായി താമസിപ്പിച്ചിരുന്നത്. അതിനാൽ തന്നെ മരണം സംഭവിച്ചതും കൊച്ചിയിലെ വസതിയിലാണ്. അർദ്ധരാത്രി വരെ എറണാകുളത്തുള്ളവർക്കായി വീട്ടിൽ പൊതുദർശനമുണ്ടായിരുന്നു. നിരവധി പേരാണ് പ്രിയനടൻ്റെ അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത്. സിനിമ, സീരിയൽ, രാഷ്ട്രീയ രംഗത്തു നിന്നുള്ള പ്രമുഖരെല്ലാം ഒഴുകിയെത്തിയിരുന്നു അവിടെ. അക്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയ താരവും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയുമായ രേണു സുധിയും ഉണ്ടായിരുന്നു. രാത്രിയോടെയാണ് സുഹൃത്തിനൊപ്പം കൊച്ചിയിലെ മോഹൻലാലിൻ്റെ വസതിയിലെത്തി ശാന്തകുമാരി അമ്മയ്ക്ക് രേണു ആദരാഞ്ജലികൾ അർപ്പിച്ചത്. ആദ്യമായാണ് ഒരു സിനിമാ താരത്തിൻ്റെ വീട്ടിലെ മരണാനന്തര ചടങ്ങിൽ രേണുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നത്. വീഡിയോ വൈറലായതോടെ പതിവ് പോലെ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഏറെ വിമർശിച്ചും പരിഹസിച്ചുമുള്ള കമൻറ്റുകളായിരുന്നു. രേണു മരണ വീട്ടിലും വന്ന് പ്രഹസനം കാണിക്കുന്നു, ഇല്ലാത്ത സങ്കടം അഭിനയിക്കുന്നു എന്ന തരത്തിലാണ് ചിലർ പരിഹസിച്ചു കുറിച്ചത്. രേണു സുധി ലാലേട്ടൻ്റെ അമ്മയൊക്കെ കാണാറായോ? ആർക്ക് വേണമെങ്കിലും പോകാമെന്ന സ്ഥിതിയാണോ? എല്ലായിടത്തും ക്യാമറമാനെ കൂട്ടിയാണോ യാത്ര? മരണ വീട്ടിലും ക്യാമറ ശ്രദ്ധിക്കുന്നില്ലേ എന്ന് പരിശോധിക്കുന്നുണ്ട്. PR വർക്കിന് നല്ലൊരു തുക മാസം ചെലവാകുന്നുണ്ടാകുമല്ലോ. ഒരുപാട് സിനിമയിൽ ലാലിനൊപ്പം അഭിനയിച്ചതാണല്ലോ. അതുകൊണ്ടാകും അമ്മയ്ക്ക് അനുശോചനം അറിയിക്കാൻ വന്നത് എന്നിങ്ങനെ നീളുന്നു രേണുവിനെ വിമർശിച്ച് വന്ന കമൻറ്റുകൾ. രേണു ഒന്നിനോടും പ്രതികരിച്ചില്ലെങ്കിലും രേണുവിൻ്റെ ആരാധകർ പരിഹസിച്ചവർക്ക് കൃത്യമായ മറുപടി കമൻറ്റുകളിലൂടെ നൽകിയിട്ടുണ്ട്. മരണത്തിന് ആർക്കും പോകാം, അവിടെ വലിപ്പച്ചെറുപ്പമില്ലെന്നാണ് രേണുവിനെ അനുകൂലിച്ചവർ കുറിച്ചത്. ചിലപ്പോൾ മോഹൻലാൽ കാണിച്ച സ്നേഹം കാരണമായിരിക്കാം രേണു പോയത്. ദൈവം ഒരാളെ ഉയർത്താൻ തീരുമാനിച്ചാൽ അത് തടയാൻ മനുഷ്യനെ കൊണ്ടാവില്ല. രേണുവിന് അമ്മയെ കാണാൻ പോകാൻ തോന്നിയല്ലോ. ഒരാളുടെ സങ്കടത്തിൽ പങ്കുചേരാൻ പോകുന്നത് നല്ല കാര്യമല്ലേ? അവിടെയും നെഗറ്റീവ് പറയണോ? മരിച്ചവരെ കാണാൻ പോകാൻ ആരുടെയും സമ്മതം വേണ്ടെന്നും അനുകൂലിച്ചവർ കുറിച്ചു. എന്തൊക്കെ പറഞ്ഞാലും രേണു ബിഗ് ബോസ് മലയാളം സീസണിലെ മത്സരാർത്ഥി തന്നെയായിരുന്നു. ഷോയുടെ ഭാഗമായപ്പോൾ തനിക്കുണ്ടായ നേട്ടമായി രേണു പറയാറുള്ളത് മോഹൻലാലിനൊപ്പം ചെലവഴിക്കാനും സംസാരിക്കാനും കിട്ടിയ അവസരങ്ങളാണ്. ഹൗസിൽ തുടരാൻ കഴിയാത്തതുകൊണ്ട് രേണു ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തു വരികയാണ് ചെയ്തത്. അപ്പോഴും മോഹൻലാൽ ഹൗസിലേക്ക് നേരിട്ട് ചെന്നാണ് രേണുവിനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. രേണു മനുഷ്യവർഗത്തിൽപ്പെട്ട ആൾ തന്നെയല്ലേ? ഒരു മരണത്തിന് പോകാൻ പറ്റില്ല എന്ന് പറയത്തക്ക രീതിയിൽ എന്തെങ്കിലും കുറ്റം രേണു ചെയ്തിട്ടുണ്ടോ? മറുപടി കമൻറ്റുകളിലൂടെ മാത്രം.